നമസ്കാരം. നമ്മൾ പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിൽ പുതിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ഗവൺമെൻറ്. ഏപ്രിൽ 1 മുതൽ ഈ ഒരു മാറ്റം എല്ലാ പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിലും ബാധകമാണ്. വേറൊന്നുമല്ല, HSRP നമ്പർ പ്ലേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഈ പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിരത്തിലിറക്കണമെങ്കിൽ HSRP നമ്പർ പ്ലേറ്റ് കമ്പൽസറിയാണ്. അപ്പം വന്നിട്ട് കുറച്ച് വർഷങ്ങളായി ഇതാണ് HSRP നമ്പർ പ്ലേറ്റ്. ഈ സെക്യൂരിറ്റി നമ്പർ വരുന്ന നമ്പർ പ്ലേറ്റുകൾ മാത്രമേ നിരത്തിലിറക്കാൻ അനുമതിയുള്ളൂ. ഇത് കൂടാതെ അഡീഷണലി ഒരു സ്റ്റിക്കർ കൂടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റിക്കർ നമ്മുടെ വിൻഷീൽഡ് ഒട്ടിക്കും. ഫ്രണ്ടിലും ബാക്കിലും HSRP നമ്പർ പ്ലേറ്റും വരും. ഇത് വാഹനം രജിസ്റ്റർ ചെയ്ത് നിരത്തിൽ ഇറക്കുന്നതിന് ഈ നമ്പർ പ്ലേറ്റ് ഇല്ലാതെയാണ് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അപ്പോൾ ആദ്യകാലത്ത് നമ്പർ ബുക്ക് ചെയ്ത് വാഹനം നിരത്തിലിറക്കണമെങ്കിൽ ഈ നമ്പർ നമുക്ക് അലോട്ടായി HSRP നമ്പർ പ്ലേറ്റ് വന്നതിന് ശേഷം മാത്രമേ നിരത്തിലിറക്കാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇതേപോലെ മഞ്ഞ ബോർഡ് ഉപയോഗിച്ച് ടെമ്പററി രജിസ്റ്റർ ചെയ്ത് നമുക്ക് വാഹനം നിരത്തിലിറക്കാമായിരുന്നു. 6 മാസമായിരുന്നു ഇതിനൊരു വാലിഡിറ്റി. അപ്പോൾ ഈ 6 മാസത്തെ വാലിഡിറ്റി ഗവൺമെൻറ് ഇപ്പോൾ ഒരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. 45 ദിവസം മാത്രമാണ് ഇനിയിപ്പോൾ ഈ മഞ്ഞ ബോർഡിൻ്റെ വാലിഡിറ്റി. അപ്പോൾ ടെമ്പററി രജിസ്ട്രേഷൻ ആയിക്കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പെർമനൻറ്റ് ചെയ്ത് പുതിയ വാഹനം എടുക്കണം. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള പുതിയ കാർ എടുക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ കാറുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.